കാലമെത്ര കഴിഞ്ഞാലും ചിത്രമായോ ശില്പമായോ വിമത ശബ്ദമായോ നിറഞ്ഞു നിൽക്കുന്ന ദേവൻ മാഷ് വേർപിരിഞ്ഞിട്ടിലേക്ക് 10 വർഷം. കേരളത്തിലെ ആധുനിക ചിത്രകലാ പ്രസ്ഥാനത്തിന്റെ പ്രചാരകരിൽ പ്രമുഖരായ MV ദേവന് പ്രണാമം. പ്രമുഖ ശില്പിയും ചിത്രകാരനും എഴുത്തുകാരനും പ്രഭാഷകനുമാണ് മഠത്തിൽ വാസുദേവൻ എന്ന MV ദേവൻ. ഗുരുമുഖത്ത് നിന്ന് ലഭിച്ച അനുഗ്രഹ ആശംസകളുടെ ബലത്തിൽ അരനൂറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ ദൃശ്യഭാഷയെ സർഗപരമായി ജാഗ്രതയോടെ പുതുക്കിയ കലാകാരൻ. 18-ാം വയസ്സിലെ മദ്രാസ് യാത്രയാണ് ദേവന്റെയും കേരളത്തിന്റെ ചിത്രകലയുടെയും തലവര മാറ്റിയത്. ചിത്രകലയിൽ KCS പണിക്കർ, റോയ് ചൗധരി, ദൈക്ഷണികതയിൽ M ഗോവിന്ദൻ തുടങ്ങി എണ്ണം പറഞ്ഞ ഗുരുക്കന്മാർ MV ദേവനിലെ കലാകാരനെ കേരളീയ ചിത്രകലയുടെ എക്കാലത്തെയും വലിയ ഗുരുവാക്കി മാറ്റി. ബഷീറിന്റെയും ഉറൂബിന്റെയും ഒക്കെ കഥാപാത്രങ്ങൾ ദേവന്റെ രേഖാചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് കൂടുതൽ പ്രിയപ്പെട്ടതായി. ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിന്റെ കവർ ചിത്രത്തിന് ജീവൻ നൽകാനും ദേവന്റെ വരകൾക്ക് സാധിച്ചു. പാണ്ഡിത്യ പ്രകടനമോ കപട ഗൗരവമോ ഇല്ലാതെ തികച്ചും ലളിതമായി ആശയാവിഷ്കാരം നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും ഒരുപോലെ പഠനാർഹമാണ്. സ്വന്തം കഴിവിനെ ഉയർത്തുന്നതിന് പകരം കലാപീഠം, കലാഗ്രാമം തുടങ്ങിയ കലയെ പരിപോഷിക്കുന്ന ഇടങ്ങളിലെ കലാ അധ്യാപനത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നത്. ഒരേ സമയം ചിത്രകാരനും ശില്പിയും എഴുത്തുകാരനുമായ MV ദേവൻ കാഞ്ഞങ്ങാട് P സ്മാരക മന്ദിരം രൂപകൽപ്പനയും കൊല്ലം നെഹ്റു പാർക്കിലെ അമ്മയും കുഞ്ഞും എന്ന പൂർണ്ണകായ ശില്പം നിർമ്മിക്കുകയും ചെയ്തിരുന്നു. രാജാ രവിവർമ്മ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, അങ്ങനെ നീളുന്നു ദേവന് ലഭിച്ച അംഗീകാരങ്ങൾ. കരുത്തുള്ള ശില്പത്തെ പോലെ ഒരു നട്ടെല്ല് അവസാനം വരെ സൂക്ഷിച്ചതിനാൽ ഭാരതത്തിന്റെ വലിയ ബഹുമതികളൊന്നും ദേവനെ തേടിയെത്തിയില്ല. MV ദേവൻ അത് തേടിയതുമില്ല. സ്പന്ദിക്കുന്ന വരകളും വരികളും മലയാളത്തിന് സമ്മാനിച്ച് MV ദേവൻ ഓർമ്മയായിട്ട് 10 വർഷമാകുന്നു. ശ്രീനിധി പ്രദീപ്, കൈരളി ന്യൂസ്.